ഈശോം സഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, ബെനഡിക്റ്റ് പ്രയർ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുകയും അവരെ അനുഗ്രഹിക്കുവാൻ ദൈവസന്നിധിയിൽ നമ്മൾ നടത്തുന്ന പ്രത്യേകമായ പ്രാർത്ഥനാ ശുശ്രൂഷ. ഇന്ന് 104-ാം ദിനം. പ്രഭാതത്തിൽ മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വളരെയേറെ കുഞ്ഞുങ്ങൾ അലസതയിൽ ജോലി ചെയ്യുവാനും പഠിക്കുവാനും മടി കാണിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. വേണ്ടത് പഠിക്കുവാൻ പറയുമ്പോൾ ദേഷ്യ സ്വഭാവത്തിലേക്ക് സ്കൂളുകളിൽ ടീച്ചേഴ്സ് പലപ്പോഴും മക്കളെ പഠന നിലവാരം വളരെ കുറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ സ്കൂളിലേക്ക് വിളിക്കുന്ന പ്രത്യേകമായ സാഹചര്യങ്ങൾ. ജോലിക്ക് പോകാനുള്ള മടി, ജോലി കിട്ടിയാൽ അതിൽ മുമ്പോട്ട് പോകുവാനുള്ള മടി, അങ്ങനെ അലസത മക്കളുടെ ജീവിതത്തെ വലിയൊരു ഭാഗം കാർന്നു തിന്നുന്നുണ്ട്. ചെറിയ ജോലിയാണെങ്കിൽ പോലും മുമ്പോട്ട് പോകണമെന്നൊരു തീർച്ചയില്ലാതെ, ജീവിതത്തിൽ എന്തെങ്കിലും ആകണം, വിജയിക്കണമെന്ന ഒരു തീരുമാനമില്ലാതെ, വ്യക്തമായ ലക്ഷ്യബോധ്യമില്ലാതെ എപ്പോഴും മൊബൈലാകട്ടെ, ടി വി ആകട്ടെ, കൂട്ടുകാരാകട്ടെ, കളിയാകട്ടെ, അങ്ങനെ വേണ്ട സമയം, അധ്വാനിക്കേണ്ട സമയം പാഴാക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഭാവിയിലേക്കുള്ള പല സമയങ്ങളും നഷ്ടപ്പെടുത്തി കളഞ്ഞ് പരിതപിക്കുന്ന മാതാപിതാക്കൾ, മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവരെ, മക്കളെ സമർപ്പിക്കാം. അവിടെയുള്ള അലസതയെ മാറിപ്പോകാൻ വേണ്ടി, മടി മാറിപ്പോകാൻ വേണ്ടി തീക്ഷ്ണതയോടെ കർത്താവിനോട് ചേർന്ന് നിന്നുണ്ട്. പല കുഞ്ഞുങ്ങളും ഇന്ന് പ്രാർത്ഥനയ്ക്ക് മടിയാണ്. കുടുംബ പ്രാർത്ഥനയ്ക്കോ കുർബാനയ്ക്കോ ഞായറാഴ്ച കുർബാന, കുമ്പസാരം തുടങ്ങി ആത്മീയ കാര്യങ്ങൾക്കും വളരെ മടി കാണിക്കുന്ന കുഞ്ഞുങ്ങൾ, ദൈവ ശുശ്രൂഷയോടും എല്ലാം താല്പര്യമില്ലാതെ അതിനേക്ക് പുച്ഛിച്ചു തള്ളുന്ന പ്രിയ മക്കളുണ്ട്. അവരെയൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. യേശയ്യാ പ്രവാചക പുസ്തകം 55-ാം അധ്യായം 6-ാം വചനം എന്ന് ധ്യാനിക്കുമ്പോൾ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ എന്നാണ് വചനം പറയുന്നത്. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്തുവാനും ജീവിത വിജയം കരസ്ഥമാക്കുവാനും പറ്റുന്ന അവസരം ഇപ്പോൾ തന്നെയാണെന്ന് മനസ്സിലാക്കി ജീവിത വിജയത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാനും അധ്വാനിക്കുവാനുള്ള മനോഭാവം പ്രാർത്ഥനയോട് ചേർന്ന്, കൂദാശ സ്വീകരണത്തോട് ചേർന്നുകൊണ്ട് നമ്മുടെ മക്കളിലേക്ക് നിറയുവാൻ നമുക്കവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശയ്യാ 55:6 കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ പ്രാർത്ഥനയും വചനവായനയും സുഹൃത അഭ്യാസങ്ങളും ഉപവിപ്രവൃത്തികളും വഴി ഓരോ ദിവസവും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അലസത കൂടാതെ ഞങ്ങളുടെ മക്കൾ എപ്പോഴും ആത്മീയ കാര്യങ്ങൾ തീക്ഷ്ണത വയ്ക്കട്ടെ. ജീവിതത്തെ നല്ല ലക്ഷ്യബോധത്തോടെ മുമ്പോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് അയക്കി ഉത്സാഹം നൽകി അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കൾ എപ്പോഴും നിരന്തര ഉത്സാഹവും കഠിന പ്രയത്നവും വഴിയായി അവിടുത്തെ ദൈവാനുഗ്രഹം പ്രാപിച്ച് ജീവിത വിജയം കരസ്ഥമാക്കി അങ്ങയെ മഹത്വപ്പെടുത്തട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.